ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 22-ാം തിരുവചനം. അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഹൃദയത്തിൽ ചോദിക്കുന്നത്? തളർവാദ രോഗിക്ക് അത്ഭുത സൗഖ്യം നൽകുന്ന ഒരു സന്ദർഭമാണ്. അവിടെ ജനക്കൂട്ടം നിമിത്തം ആ വീട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ പോയ തളർവാദ രോഗിയുമായി എത്തിയ മനുഷ്യർ വിശ്വാസത്തോടെ ആ തളർവാദ രോഗിയെ വീടിന്റെ ഓടിളക്കി ഈശോ ഇരുന്ന മുറിയിലേക്ക് ഇറക്കുന്നുണ്ട്. ആ സമയത്ത്, അത്ഭുത സൗഖ്യം നൽകുന്ന ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന ചില മനുഷ്യർ ഈശോയ്ക്കെതിരായി വിമർശന ബുദ്ധിയോടെ ഹൃദയത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അവരെ മനസ്സിലാക്കുന്ന ഈശോ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ ഹൃദയത്തിൽ ചോദിക്കുന്നത്? അവിടെ 2 തരത്തിൽ ചിന്തിക്കുന്ന മനുഷ്യർ. ഒന്ന്, വിശ്വാസത്തോടെ എങ്ങനെയെങ്കിലും ഈ തളർവാദ രോഗിയെ ഈശോയുടെ അടുത്തെത്തിക്കണം, അവന് സൗഖ്യം ലഭിക്കും എന്ന് വിശ്വസിക്കുന്ന മനുഷ്യർ. രണ്ടാമത്, ഈ അത്ഭുത പ്രവൃത്തി നടക്കുമ്പോഴും ഈശോയ്ക്കെതിരെ വിമർശനത്തോടെ ചിന്തിക്കുന്നവർ. ഇന്ന് ഈ ദൂത് കേൾക്കുന്ന എന്റെ പ്രിയമുള്ളവരെ, ഹൃദയത്തിന്റെ നാഥൻ, തിരുഹൃദയത്തിന്റെ നാഥൻ എല്ലാം തിരിച്ചറിയുന്നു. അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കുന്നു. അവരുടെ ഹൃദയത്തിൽ ഉയരുന്ന ചോദ്യം മനസ്സിലാക്കുന്നു. ഇന്ന് നാം നമ്മുടെ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നവരാ, വിശ്വസിക്കുന്നവരാ. അപ്പോഴും നമ്മുടെ ഹൃദയ വിചാരങ്ങൾ എന്താണ്? നാം ഹൃദയത്തിൽ ചോദിക്കുന്നത് എന്താണ്? അവിടുന്ന് അതറിയുന്നുണ്ട്. വിശ്വാസത്തോടെ തളർവാദ രോഗിയുമായി എത്തിയ ആ മനുഷ്യരെ പോലെ നമുക്കും വിചാരിക്കാം, നമുക്കും ഹൃദയത്തിൽ വിശ്വസിക്കാം. എങ്കിൽ നമ്മുടെ വിശ്വാസം വെറുതെയാവില്ല. മറ്റാരും എന്തും പറഞ്ഞുകൊള്ളട്ടെ, നീ വിശ്വസിക്കുന്ന നിന്റെ ദൈവം നിനക്ക് വേണ്ടി അസാധ്യങ്ങളെ സാധ്യമാക്കി തരും. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.